പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ സ്വന്തം അലീന പീറ്റർ. ഹലോ. ആ പാവാടയല്ല, ഈ പാവാട എങ്ങനെയുണ്ട്? അല്ല, നമ്മൾ രണ്ടുപേരും പാവാട. ഓ അങ്ങനെ. അലീന കുട്ടി ഇവിടെ എന്തിനു വന്നത്? പാവാട നോക്കാന് അതാ പാടാനാ? ആണോ? പാട്ട് പാടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖങ്ങൾ തന്നെ. വീട് കോട്ടയല്ലേ? ഓക്കെ. അവിടെ വിശേഷങ്ങളൊന്നും ഇല്ലേ? വീട്ടിൽ പോയിട്ട് ഇപ്പോഴും ആലോചിക്കണം, ഇനി ഒരുപാട് വിശേഷങ്ങളുള്ളത്. മക്കളെ വല്ലതൊക്കെ കഴിച്ചോ? എന്ത് കഴിച്ചു? ഞാൻ രാവിലെ പുട്ടും പയറും കഴിച്ചു. ഞാനും കഴിച്ചു ഒന്ന് രാവിലെ പുട്ടുപഴം. പിന്നെ കൂടെ കുറെ കാലത്ത് എന്തൊക്കെയാ പറഞ്ഞേ? അയ്യോ, എന്നോട് സത്യം. അല്ല, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. കപ്പ, ഒരു കിഴങ്ങ്, കപ്പ, പിന്നീട് ചമ്മന്തി, പിന്നെ ഇഡ്ഡലി, മുട്ട, 6 മുട്ട കഴിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ പറയുന്നു ഞാൻ ഒരു 2 ഉച്ച പുട്ടൂടെ കഴിച്ചത്. 2 ഉച്ചല്ല, എവിടെ പോണത്? പകുതി ഒരു പുട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇഡലിപ്പുട്ടിന്റെ ഹാഫും കഴിച്ചു. കാരണം എല്ലാവരും നന്നായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ? അവര് കറക്റ്റ് ആണോ എല്ലാം ചെയ്യുന്നത്? ഇതിന്റെ പേരാണ് ആക്രാന്തം. പിന്നെ ഞാൻ പൂവടയും കൂടെ കഴിച്ചു. പൂവടയല്ലട മോനെ, പൂവടയില്ലേ? മക്കളെ കഴിക്കുമ്പോ പിന്നെ വേറെന്തൊക്കെയോ സാധനം വെച്ചുണ്ടാക്കുന്ന സാധനമാണ് ഈ പൂവട. അത് തിന്നുമ്പോ നമുക്ക് ആ കുഞ്ഞിന്റെ അലീനയുടെ പ്രായത്തിൽ തൊട്ട് ഞാൻ തിന്നുന്നല്ലേ ഈ പൂവട. ഓ, ഇനി ഒരു കാര്യം കൂടെ പറയാം. ലാസ്റ്റ് ഒരു കാര്യം കൂടെ കഴിച്ചു. പാൻ കേക്ക് വിത്ത് വിപ്ഡ് ക്രീം, ഹണി, ചോക്കോ ചിപ്സ്. ഇതൊക്കെ ഒരു നേരത്തെ മെനു അല്ലേ പറഞ്ഞത്? ഒരു നേരത്തെ ഭക്ഷണം. ഞാൻ ക്ഷീണിച്ചു. ഏത് പാട്ടാ മോളെ പാടുന്നത്? നല്ല ആവശ്യമുണ്ടോന്ന് വർണ്ണവൃന്ദാവനം. ശരി ശരി. അപ്പൊ ഡീറ്റെയില് സിനിമ കളിയൂഞ്ഞാല്, ലിറിക്സ് കൈതപ്പുറം സാറ്, മ്യൂസിക് ഇളയരാജ സാറ്, പാടിയത് ലേഖ നായർ ആന്റി. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വർണ്ണവൃന്ദാവനം എന്നുമുണ്ടാകുമോ? വർണ്ണവൃന്ദാവനം എന്നുമുണ്ടാകുമോ? ജന്മമുണരുമോ? കണ്ണനുണ്ടാകുമോ? രാധയുണ്ടാകുമോ? രാസവനികയിൽ നവവസന്തമിവിടെ വരുമോ? വാനമുരളി ഒഴുകി വരുമോ? ഏതു വരും